ഒരൊറ്റ ഇൻ്റർനാഷണൽ ബാങ്കുകൾ പോലും അവരെ സഹായിക്കാൻ തയ്യാറില്ല. അവരുടെ ബോണ്ട് വാങ്ങി, കാരണം അവർക്ക് എങ്ങനെ 20% ഡെപ്റ്റ് ക്ലിയറിംഗ് ഉണ്ട്, അത് കൊടുക്കാൻ വേണ്ടി തയ്യാറല്ല. ആ ഒരു സന്ദർഭത്തിലാണ്, അതിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ അഫയേഴ്സും അതേപോലെ തന്നെ നീതി ആയോഗ്, ഫിനാൻസ് മിനിസ്ട്രിയും എല്ലാം കൂടെ ഇടപെട്ട് പെട്ടെന്ന് കൂട്ടിയിട്ട് അവരുടെ ഇത്ര കോടി രൂപയുടെ ബോണ്ട് വാങ്ങാൻ തീരുമാനിച്ചു. അതായത് ശ്വാസം കൊടുത്തു. അതാണ്, ആ വാക്കാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതൊക്കെ റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ജേർണലിസ്റ്റ് തന്നെ, ഡൽഹിക്കാരനായ ജേർണലിസ്റ്റ് തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ലീക്കായത്? പ്രധാനപ്പെട്ട പോയിന്റ്. വളരെ കോൺഫിഡൻഷ്യലി നടന്ന ഈ സംഭവം എങ്ങനെ ലീക്കായി? ഈ ഗവൺമെന്റിനകത്തുള്ള സംഘപരിവാറിന്റെ ആൾക്കാർ തന്നെയാണ് ലീക്ക് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ വാഷിങ്ടൺ പോസ്റ്റിന് ഈച്ച് ആൻഡ് എവരി ഡോക്യുമെന്റ്സ് എങ്ങനെ കൈ കിട്ടുന്നേ? ഒരു ജേർണലിസ്റ്റാണ്, ഞാനും ഡൽഹി വർക്ക് ചെയ്യുന്നു, ഇത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. A to Z ഡോക്യുമെന്റ്സ് ആ ജേർണലിസ്റ്റ് പറയുന്നുണ്ട് അയാളുടെ കയ്യിലുണ്ട്, അയാളത് അപ്ലോഡും ചെയ്തിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ എങ്ങനെയാണ് ഇത്രയും കോൺഫിഡൻഷ്യലായ ഡോക്യുമെന്റ്സ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഈ സാധനങ്ങൾ ഇതെങ്ങനെയാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടറിൻ്റെ പോകുന്നത്? ഇപ്പം ഞാൻ ഈ പറഞ്ഞത് കാര്യം, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ സംഘ് പരിവാറിൻ്റെ അകത്തെ ഹാർഡ് കോർ ആൾക്ക് ഈ അഡാനിയുടെ പ്രൈവറ്റൈസേഷനും, അതായത് അവർക്ക് ഈ പ്രൈവറ്റൈസേഷൻ, ഈ പ്രോസസ്സിനോട് 1% പോലും താല്പര്യമില്ല.